പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഫെബ്രുവരി 3 ചൊവ്വാഴ്ച. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 21-ാമത്തെ വാക്യം. നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഈ വാക്യം ഒരു ദുഃഖത്തിൻ്റെ നിലവിളിയല്ല, മറിച്ച് വേദനയുടെ നടുവിൽ നിന്ന് ഉയർന്ന വിശ്വാസത്തിൻ്റെ മഹത്തായ പ്രഖ്യാപനമാണ്. എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ദൈവത്തെ കുറ്റപ്പെടുത്താതെ സ്തുതിച്ച ഇയ്യോബിൻ്റെ ജീവിതം നമ്മെ ഒരു വലിയ ആത്മീയ സത്യത്തിലേക്ക് നയിക്കുന്നു. നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിലെ ഒന്നും യഥാർത്ഥത്തിൽ നമ്മുടെ സ്വന്തമല്ല എന്ന സത്യമാണ്. കാരണം നമ്മുടേത് ഒന്നുമില്ല, എല്ലാം ദൈവത്തിൻ്റെതാ എന്ന തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കപ്പെടണം. ജീവനും ശ്വാസവും കുടുംബവും സമ്പത്തും എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. നാം ഈ ലോകത്തിൽ ഉടമകളായി വന്നിട്ടില്ല, മറിച്ച് ദൈവം ഏൽപ്പിച്ച അനുഗ്രഹങ്ങളുടെ പരിപാലകരായി മാത്രമാണ് ജീവിക്കുന്നത്. ഈ ബോധം നമ്മെ വിനയത്തിലേക്കും നന്ദിയിലേക്കും നയിക്കേണ്ടതുണ്ട്. വീണ്ടും, നഷ്ടങ്ങളും ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണെന്ന് ഇയ്യോബിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. തന്നവൻ തന്നെയായ ദൈവം ചിലപ്പോൾ എടുത്തേക്കാം. അതിനാൽ നഷ്ടം വന്നാൽ അത് ശിക്ഷയാണെന്ന് കരുതാതെ, നഷ്ടം ശിക്ഷയല്ല, ശുദ്ധീകരണമാണ് എന്ന സത്യം നാം വിശ്വസിക്കണം. സ്വർണം തീയിൽ ശുദ്ധമാക്കുന്നത് പോലെ നമ്മുടെ വിശ്വാസം പരീക്ഷണങ്ങളുടെ ശുദ്ധീകരിക്കപ്പെടുന്നു. ദൈവം നമ്മെ തകർക്കുവാനല്ല, പരിപൂർണരാക്കാനാണ് പരീക്ഷകൾ അനുവദിക്കുന്നത്. വേദഭാഗം നമ്മോട് പറയുന്നു, എല്ലായ്പ്പോഴും ദൈവത്തെ സ്തുതിക്കുന്ന ഹൃദയം നമുക്കുണ്ടായിരിക്കണം എന്ന്. അനുഗ്രഹങ്ങളിൽ സ്തുതിക്കുന്നത് എളുപ്പമാണ്, എന്നാൽ വേദനകളിൽ സ്തുതിക്കുന്നത് യഥാർത്ഥ വിശ്വാസിയുടെ ലക്ഷണമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ കണ്ണീർ വന്നാലും സ്തുതിക്കുക എന്ന മനോഭാവം നമുക്കുണ്ടാകണം. നഷ്ടങ്ങൾ വന്നാലും നഷ്ടത്തിലും നന്ദി പറയുക എന്ന നന്ദിയുള്ള ഹൃദയം വളർത്തണം. സാഹചര്യങ്ങൾ നമ്മെ താഴെ ഇറക്കാൻ ശ്രമിക്കുമ്പോഴും വിശ്വാസം വീഴില്ല, വിശ്വാസി വീഴരുത് എന്ന ഉറച്ച തീരുമാനത്തോടെ ദൈവത്തിൽ നിലകൊള്ളണം. പ്രിയരെ, ജീവിതത്തിൽ ബന്ധങ്ങളും സമ്പത്തും ആരോഗ്യവും മാറിപ്പോകാം, എന്നാൽ ദൈവം മാറുകയില്ലല്ലോ. എടുത്തവനും തന്നവനും ഒരേ ദൈവമാണെന്നും അവനൊരിക്കലും നമ്മെ കൈവിടുകയില്ല എന്നും നാം ഉറപ്പോടെ വിശ്വസിക്കണം. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ പറയാം, എല്ലാം പോയാലും ദൈവമുണ്ടെങ്കിൽ മതി. കാരണം ദൈവം കൂടെയുണ്ടെങ്കിൽ ജീവിതം ഒരിക്കലും ശൂന്യമാകുകയില്ല. ഈ വിശ്വാസത്തോടെ നമുക്ക് ജീവിക്കാം. എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ നാമം സ്തുതിക്കുന്നവരായി തീരാം. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സന്തോഷത്തിലും ദുഃഖത്തിലും ഒരുപോലെ നിന്നെ വിശ്വസിക്കുവാനും സ്തുതിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. നഷ്ടങ്ങളിലും നിന്നെ പിടിച്ചു നിൽക്കുന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്ക് തരണമേ. ഇയ്യോബിനെ പോലെ വിശ്വസ്തരായി ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.